പ്രിയമുള്ളവരെ, ഞാൻ ഈ വീഡിയോയിൽ വന്നത് നമ്മുടെ മുഖ്യമന്ത്രി അടുത്ത ദിവസം ഒരു പ്രസ്താവന നടത്തി. ഇതിന് മുൻപ് അദ്ദേഹം നടത്തിന് ഇന്ത്യ ടുഡേയുടെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇവിടെ കഠിനാധ്വാനം ചെയ്ത് അധ്വാനിച്ചു കൊണ്ടുപോകുന്ന 30-35 ലക്ഷത്തോളം വരുന്ന അതിഥി തൊഴിലാളികൾ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു വിഭാഗത്തിൽ നിന്ന് അവർ കോടാനുകോടി കടത്തി കൊണ്ടുപോകുക. ആ ചപ്പാത്തിയോ ചോറോ എന്തെന്ന് അവർ ബാക്കിയൊക്കെ കടത്തി കൊണ്ടുപോകുക. മറ്റ് പശ്ചാത്തലം ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രിയെ പോലെയുള്ള, പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള അവരെക്കാൾ കൂടുതൽ നമ്മൾ പുറത്ത് പണിയെടുക്കുന്ന ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അതെന്തോ ആട്ടെ. ഇതിൽ വേറൊരു രസകരമായ വസ്തുത, ഇപ്പം നമ്മുടെ വിഴിഞ്ഞത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആകെ 6000 കോടി ഗവൺമെൻറ് മുടക്കി 285 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് വായ്പ ആയിട്ട് തന്നത്. അതുപോലെ തന്നെ 2500 കോടി അദാനി. എന്നാൽ ഒരു മനുഷ്യാധ്വാനമില്ലാതെ ഇപ്പോൾ ഈ 35 ലക്ഷം എന്ന് പറയുന്നത് അവർ കഠിനാധ്വാനം ചെയ്തിട്ടാണ്. അതിൻ്റെ സമ്പത്ത് ഇവിടെ കുന്നുകൂടുകയാണ്. കാരണം നിർമ്മാണ വർക്കാണെങ്കിലും അതുപോലെ തന്നെ മറ്റു വർക്കുകൾ, എന്തിൻ്റെ ഹോട്ടലിൽ പോലും അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ മൂല്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. മനുഷ്യാധ്വാനത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നുണ്ട്. അവരധ്വാനിക്കുന്നതിന് മിച്ചം മൂല്യം പൂർണ്ണമായി അവർക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് മിച്ചം മൂല്യം കുന്നുകൂടുകയാണ്. എന്നാൽ ഇവിടെ 2500 ആകെ മുടക്കിയത് അദാനി. ഇപ്പോൾ സംസ്ഥാനത്തിന് ആകെ നോക്കുകയാണെങ്കിൽ അത് 7000 റുപ്യേൻ്റെ അടുത്തും, അതുപോലെ തന്നെ ഭൂമി മറ്റെല്ലാം കൂടി കൊടുത്തു കഴിഞ്ഞാൽ 10000 കോടി രൂപയുടെ അടുത്ത് സംസ്ഥാനം മുടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ആ പദ്ധതി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ തന്നെ 2ഓളം കാറ്റഗറിയിലായിട്ടുള്ള വർക്ക് നടന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഇന്നതിന് ഇപ്പോൾ ഈ വിറ്റ 13200 കോടി രൂപയ്ക്ക് 49% വിറ്റത് കണക്കൂട്ടുകയാണെങ്കിൽ 1 ലക്ഷം കോടി രൂപയുടെ സമ്പത്തുണ്ട് ഇപ്പോൾ അതിന് വിഴിഞ്ഞം തുറമുഖത്തിന്. എന്നാൽ ഈ 2500 കോടി മുടക്കിയിട്ടുള്ള അദാനി ഇപ്പോൾ തൽക്കാലത്തേക്ക് 13200 കോടി രൂപയ്ക്ക് വിറ്റു. അതിനെന്ത് മനുഷ്യാധ്വാനമുള്ളത് മുഖ്യമന്ത്രി? എന്ത് മനുഷ്യാധ്വാനമുള്ളത്? നിങ്ങൾ മനുഷ്യാധ്വാനത്തിന് വല്ല വിലയും കൽപ്പിക്കുന്നുണ്ടോ? നെഹ്റുവിൻ ആശയാണെങ്കിൽ മനുഷ്യാധ്വാനത്തിന് വില കൽപ്പിക്കണ്ടേ? ജയ് ജവാൻ ജയ് കിസാൻ. അതിർത്തി കാക്കുന്ന പട്ടാളക്കാരനും രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന കൃഷിക്കാരനും, ഇതാണ് നെഹ്റുവിൻ്റെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യമാണോ അത്? നെഹ്റു അന്ന് പടിഞ്ഞാറ് രാജ്യങ്ങളിലൊക്കെ പോയി ഇവിടെ വ്യവസായ വിപ്ലവം നടത്താൻ വേണ്ടി ഇന്ത്യയിൽ. അവരൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരാം, എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെടുന്നത് ചോദിച്ച്. എന്നാൽ റഷ്യയാണ് സഹായിച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും മനസ്സിലാക്കാതെ അദ്ദേഹം പറയുന്നത് എന്താണെന്നുള്ളത്, ഈ സംസ്ഥാനത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ യോജിച്ച രീതിയിലല്ല നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുക, ഈ 13200 കോടി രൂപ സംസ്ഥാനത്തിനോട് അംഗീകാരം വാങ്ങാതെ കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യാധ്വാനവും ഇല്ലാതെ 13200 കോടി രൂപ തട്ടിയെടുക്കാൻ എന്ന മുഖ്യമന്ത്രിക്ക് ഒരു വിഷമവുമില്ല. എന്നാൽ ഈ 35 ലക്ഷത്തോളം വരുന്ന അതിഥി തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ അവരിവിടെ വന്ന് അവർ ചപ്പാത്തിയോ ചോറോ ചെറിയ ചിലവ് കൊണ്ട് ഇവിടെയൊക്കെ കിടന്ന് അങ്ങനെ പണം അവരുടെ സംസ്ഥാനത്തേക്ക്, അവരുടെ ഭാവിക്ക് വേണ്ടി അവരുടെ വീട്ടിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ അതെന്തോ ഒരു മഹാകാര്യം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്കൊക്കെ മോശമാണത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആലോചിച്ച് പറയണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തെ നിയന്ത്രിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.